അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ സമീപകാലത്തില്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം പലപ്പോഴും ഇതിനു മുമ്പ് പ്രവർത്തിച്ച നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടിരിക്കുന്ന ആളുകൾക്കൊന്നും ഈ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. കാരണം കേന്ദ്രത്തിൽ 10-11 വർഷമായിട്ട് നമ്മൾ പ്രതിപക്ഷത്ത്, കേരളത്തിൽ 10 വർഷമായിട്ട് പ്രതിപക്ഷത്ത്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ഭാരവാഹിയുടെയോ അല്ലെങ്കിൽ ഒരു ജില്ലാ ഭാരവാഹിയുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 10-50 കേസുകളിൽ പ്രതികളാണ്. ഇവരൊക്കെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സർക്കാരിനെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേസുകളാണ് ഇവരുടെ എല്ലാവരുടെയും പേരിൽ, ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ 10-50 കേസുകളുണ്ട്. അപ്പൊ ഒരു സമര സംഘടനയായിട്ട് ശക്തമായിട്ട് തന്നെ കേരളത്തിലുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈമില് ഭരണം കിട്ടാത്തതിന്റെ സാഹചര്യമൊക്കെ നമുക്കറിയാം. അന്നത്തെ കോവിഡിന്റെ കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ച് പിണറായി വിജയൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമരങ്ങളൊന്നും അത് വേണ്ടത്ര രീതിയിലേക്ക് വന്നില്ല. അതിന്റെ ഒരു പോരായ്മ UDFന്റെ ആയാലും ആ ഒരു കാലഘട്ടത്തിന്റെ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. പക്ഷെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായി. ഇന്നിപ്പോ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായി ഇന്നും നമ്മളിപ്പോ ഈ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് സഹപ്രവർത്തകർ കോഴിക്കോട് ഉൾപ്പെടെ പല പ്രദേശങ്ങളും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇപ്പോഴും ജയിലിൽ കഴിയുക.